ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേക്കിങ്ങും അങ്ങനെയുള്ള ഒരു ചെറിയൊരു പാർട്ടി പോലെ ഉണ്ടായിരുന്നു. വലിയ ഫംഗ്ഷനായിട്ടൊന്നും അല്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 വീടുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അത്ര വീടേ ഉള്ളൂ. നമ്മൾ 3 വീടുകളാണ് അടുത്തടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ആൻറ്റിയും അങ്കിളും അങ്ങനെ നമ്മൾ കുറച്ച് പേര് അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് പേര് ചേർന്നാണ്. അപ്പോൾ അതിനുവേണ്ടി മോന് ഞാൻ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് കുറേ ഓർഡേഴ്സ് ഉണ്ട്. ഇങ്ങനെ അത് കപ്പ് കേക്ക് വേണം, കേക്ക് സ്റ്റിക്ക്, പോപ്പ് സ്റ്റിക്ക് എല്ലാം കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം കുറേശ്ശെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഉണ്ടാക്കിയ ആളില്ലല്ലോ, അപ്പോൾ എല്ലാം കുറേശ്ശെ. അപ്പോൾ ഒരു കിറ്റ്കാറ്റ് കേക്ക് പറഞ്ഞിട്ടുണ്ട്, ജംസൊക്കെ വെച്ച് കിറ്റ്കാറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു കേക്കായിട്ട് ചെയ്താൽ ഒരുപാട് കിറ്റ്കാറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ കിറ്റ്കാറ്റ് കേക്ക് ഒരു ചെറുത് ചെയ്തിട്ട് ബാക്കി എല്ലാവർക്കും കട്ട് ചെയ്യാൻ കണക്കിന് എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ വേണ്ടി വേറൊരു റാഫലോയുടെ കേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതൊരു പാസ്ട്രി പോലെ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രൗണി ഉണ്ട്. ബ്രൗണിയും ഒരു 1 kg ആ ഒരു ഇതിൽ 8 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്യുന്നത്. അതിന് ചോക്ലേറ്റും ബട്ടറും ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 200 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ബട്ടർ എന്ന രീതിയിലെടുത്ത് അതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കും. എന്നിട്ട് അത് നല്ലപോലെ തണുത്ത ശേഷമാണ് മുട്ട ബീറ്റ് ചെയ്യുന്നത്. മുട്ട നമുക്ക് ഹാൻഡ് ബ്ലെൻഡറോട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി ഈസി എനിക്ക് തോന്നുന്നത് ഇത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ഒരു 3 മുട്ട എടുത്ത് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഷുഗർ കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പഞ്ചസാരയുടെ തരിയൊന്നും ഇല്ലാതെ അലിഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ഒന്ന് പതഞ്ഞ് കിട്ടണം, അത്ര മതി. പിന്നെ അതിലോട്ട് കുറച്ച് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന നല്ലതല്ലേ. അപ്പോൾ കുറച്ച് ബദാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ മറ്റേ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര ഫ്ലഫി ആയിട്ട് ഭയങ്കര ക്രീമി ആയിട്ട് അങ്ങനെയൊന്നും വരണ്ട. ഷുഗർ നല്ലപോലെ അലിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആ ചോക്ലേറ്റും ബട്ടറും കൂടെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല തണുത്ത ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അതായത് കൊക്കോ പൗഡറും മൈദയും കൂടെ 1 കപ്പ്, ഒരു 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടൊന്നും ചേർക്കണമെന്നില്ല, ഒത്ത് ചേർത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ്. അതിലോട്ട് ഒഴിച്ച് അതിന് മുകളിൽ ബദാമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നതിൽ കേക്ക് സ്റ്റിക്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കേക്ക് പോപ്പ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, ലോലിപോപ്പ് പോലെ. പിന്നെ ഡോനറ്റ് ഉണ്ട് കേട്ടോ. ഡോനറ്റ് ഇപ്പം ഞാൻ പാലും ഈസ്റ്റും കൂടെ ഒന്ന് പൊങ്ങാൻ വെച്ചിട്ട് അതിലോട്ട് മുട്ട ചേർത്ത് ഒരു 300 ഗ്രാം മൈദയും ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച് ഒരു മണിക്കൂർ നമുക്കതൊന്ന് പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുന്നതിലാണ് മെയിൻ കാര്യം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നമുക്കൊരു പാത്രത്തിൽ ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തേച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ, ഓരോരുത്തർ ക്ലൈമറ്റ് തണുപ്പ് ചൂട് അതൊക്കെ അനുസരിച്ച് മാറും. ഇപ്പോൾ ഞാൻ 1 മണിക്കൂറോടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റാഫലോയുടെ കേക്ക്. റാഫലോയുടെ ഒതൻറ്റിക്കായിട്ട് അതേപോലെ അല്ല ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ബദാമും കൂടെ ചേർത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് സമയം അധികം ഇല്ല. അപ്പോൾ ഒരു കേക്കിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കേക്ക് സ്റ്റിക്കിനൊക്കെ 1/2 kg കേക്ക് കേക്ക് സ്റ്റിക്കിനും പോപ്പ് സ്റ്റിക്കിനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൽ നിന്ന് ബാക്കി വന്ന കുറച്ച് കേക്ക് ഞാനൊരു പുഡിങ്ങായിട്ട് റാഫലോ പുഡിങ്ങായിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് അടുത്തൊരു ട്രൈ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കേക്കിലോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് അതിൻ്റെ അടുത്തൊരു 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ പുഡിങ്ങിലും പിന്നെ ഷുഗർ സിറപ്പിൽ ഞാൻ പാലും പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ക്രീം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ പുഡിങ്ങിലും അതുപോലെയാണ്. ഞാൻ ഇപ്പോൾ കേക്കിലാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും റാഫലോയും ചോക്ലേറ്റ് ഗനാഷും ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലാണ് ക്രീം വയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അധികം ഭയങ്കര ഡിസൈനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എല്ലാത്തിനും കൂടെയുള്ള സമയം കിട്ടിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നു. പിന്നെ ബ്രൗണിയൊക്കെ ഉണ്ട്, ഡോനറ്റ് ഉണ്ട്. ഡോനറ്റ് ഞാൻ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊങ്ങി വന്ന ശേഷം നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഷേപ്പിന് കട്ട് ചെയ്ത ശേഷം പൊരിച്ചെടുക്കാം. അതാണ് കട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒരു 1/2 മണിക്കൂർ വെച്ചേക്കണം കേട്ടോ, ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മറ്റ് സാധനങ്ങളിലേക്ക് ഒരു സ്മെല്ല് വരും. പിന്നെ കിറ്റ്കാറ്റൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതിനുവേണ്ടി ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തു, അതുപോലെ ഷുഗർ സിറപ്പിലും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഗനാഷ് വീണ്ടും ക്രീമിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ടില്ല. ഇങ്ങനെ കിറ്റ്കാറ്റ് പൊടിച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പരത്തി കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഡോനറ്റ് കട്ടർ ഉണ്ട്, പക്ഷേ എനിക്കൊന്നും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് റൗണ്ട് ചെയ്തിട്ട് സെൻറ്ററിൽ എന്തെങ്കിലും നോസിൽ വേണ്ട ഒരു ഇത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ഷേപ്പ് കിട്ടുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്ര നല്ല ഷേപ്പിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറഞ്ഞ തീയിലിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അകം വേവത്തില്ല. അതുപോലെ ബ്രൗണിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് പോപ്പ് സ്റ്റിക്കൊക്കെ ചെയ്യാൻ, ലോലിപോപ്പും കേക്ക് സ്റ്റിക്കിളൊക്കെ ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് സ്റ്റിക്കിൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ മോൾഡിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റ് ആയ ശേഷം അതിൽ ഈ മാവ് കുഴച്ചത് വെച്ച് കൊടുക്കാം. കേക്ക് മിക്സിൻ്റെ വെക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അത്
എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല, കാരണം അത് പൊടിഞ്ഞു പോയി. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒഴിക്കാതെ കേക്ക് സിക്കിളിൻ്റെ മോൾഡിലോട്ട് കേക്കിൻ്റെ മിക്സ് വെച്ച ശേഷം അത് ഇളക്കി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ക്രീം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പോപ്പ് സ്റ്റിക്ക് ലോലിപ്പോപ്പ് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞ് കപ്പ് കേക്കിൻ്റെ പോലത്തെ അത് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയാണ് ഞാൻ നിർത്തിയത്. എന്നിട്ട് അതിൽ കുറച്ച് ഷുഗർ ബോൾസ്, വൈറ്റ് ആണ് കൂടുതൽ, വേറെ കളറൊന്നും ചെയ്തില്ല, അങ്ങനെയാണ് ചെയ്തത്. ഇതാണ് പിന്നീട് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിൽ തന്നെ ചോക്ലേറ്റ് കൊണ്ട് ചെയ്തിട്ട് അതിലും ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ അന്ന് വൈകുന്നേരമോ സ്കൂളിൽ പോയി, അപ്പോൾ ആ സമയം കൊണ്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട്. അവരോട് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. നേരത്തെ ചെയ്ത റാഫലോടെ കേക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കിറ്റ്കാറ്റ് കേക്ക് ഇങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം സെറ്റ് ആക്കാൻ പറ്റി. പിന്നെ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്